നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വി ഫാർമയുടെ ഫയലും ബാഗിലെടുത്ത് വെച്ച് അവള് പോകുന്ന ദൃശ്യം മാത്രം മതി എനിക്ക്. ഇത് അവൾക്കെതിരെയുള്ള വജ്രായുധമാക്കും ഞാൻ. ദയവായി ഇനി അതിന്റെ പേര് നമ്മുടെ കുഞ്ഞിനെ വേദനിപ്പിക്കരുത്. ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാലം അറിഞ്ഞു വച്ചിട്ട് കൂടി നീ എന്താടി എനിക്കൊരു സൂചന പോലും തരാതിരുന്നത്? പക്ഷേ ആ ബന്ധത്തെ എതിർത്തത് ഞാനാ. അവനോട് ഞാൻ എന്റെ ജീവൻ ഒടുക്കൂന്ന് വരെ പറഞ്ഞു. ആ സങ്കടത്തില് അവൻ മദ്യപാനത്തിലേക്ക് വരെ തിരിഞ്ഞത്. പാവ എന്റെ മോൻ. അവനെ എവിടെ അവളുടെ വീട്? എടി അവളുടെ വീട് എവിടെയാണെന്ന് പറയാ. അതെ അശോകേട്ടന്റെ പെങ്ങള് ചന്ദ്രികയുടെ മകള് വർഷ. ശാപം പിടിച്ചോളുടെ മകളോ? ഒരാളെ ജീവച്ചവാക്കിയിട്ട് അവൾക്ക് മതിയായില്ല. നശിപ്പിക്കും ഞാൻ അവളെ. ആ കുടുംബത്തെ ഞാൻ കുളം തോണ്ടും. ഈശ്വര, ഇനി ഇവിടെ എന്തൊക്കെ സംഭവിക്കും? കണ്ടില്ലേ അവൾ ആ ഫയൽ എടുത്ത് മാറ്റുന്നത്? അവളുടെ ലക്ഷ്യം വേറെയാ. വക്കീലെ, ഇത് നിങ്ങളുടെ ഉത്തരവാദിത്ത കുറവാ. ഇതിന് വക്കീല് മറുപടി പറയേണ്ടി വരും. സർ, നോ. സീക്രട്ട് ഫയലുകൾ സൂക്ഷിക്കാൻ ലോക്ക് സംവിധാനം വേണം. അത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ടത് വക്കീല് തന്നെ ആവണം. പോട്ടെ, എല്ലാം സംഭവിച്ചില്ലേ? സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതാം. വല്ലഭന് പുല്ലു ആയതെന്ന് കേട്ടിട്ടില്ലേ? വി ഫാർമയുടെ ഫയലും ബാഗിലെടുത്ത് വെച്ച് അവള് പോകുന്ന ദൃശ്യം മാത്രം മതി എനിക്ക്. ഇത് അവൾക്കെതിരെയുള്ള വജ്രായുധമാക്കും ഞാൻ.
ചേട്ടാ എന്താ പോലീസൊക്കെ? അറിയില്ല. എത്തി ഈ വരുന്ന ആ കക്ഷി. വന്ദന, നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? സർ എന്താ പോലീസൊക്കെ? പോലീസ് വരേണ്ടുന്ന കാര്യമുണ്ടായിരുന്നു. വന്ദന ഇവിടെ വന്നിട്ട് എത്ര നാളായി? കുറച്ചു നാളെ ആയിട്ടുള്ളൂ. എന്താണ് സർ? ഇവിടെ ഒരു മോഷണം നടന്നു. മോഷണോ? എന്താണ് സർ, എന്താ മോഷണം പോയത്? ഡീറ്റെയിൽസ് ഒക്കെ മാഡത്തോട് വിശദീകരിക്കാം. അതിനു മുമ്പ് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെ പോവാൻ? സാറിനെ കളിയാക്കാണോ? ഓ, അപ്പൊ ആള് തീവ്രവാദി ലൈനാണോ? എന്നാ കാര്യം പറയാം. ഇവിടെ നടന്ന മോഷണത്തിൽ വക്കീലിന് സംശയം നിങ്ങളെയാ. സർ എന്തൊക്കെയാണ് ഈ സാറ് പറയുന്നത്? ഞാനിവിടുന്ന് എന്ത് മോഷ്ടിച്ചു എന്നാ? വക്കീൽ ഇവിടെ 1 ലക്ഷം രൂപ വച്ചിരുന്നു. അതൊരു ഫയലിനകത്താ വെച്ചിരുന്നത്. അതിപ്പോ കാണാനില്ല. വക്കീലിന് സംശയം നിങ്ങളെയാണ്. സർ ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല, എന്നെ വിശ്വസിക്ക. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. വേണ്ട, നിന്റെ ഭാവാഭിനയൊന്നും വേണ്ട. ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കാണുന്നതാ. നിങ്ങൾ മോഷ്ടിക്കുന്നതിന്റെ വ്യക്തമായ തെളിവുണ്ട്. എന്ത് തെളിവ്? തെളിവോ? അതൊക്കെ നിന്നോട് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇനി ഇവിടെ നിന്ന് വായിട്ടലച്ചാൽ അടിച്ചതിന്റെ പലിയ താഴെയിടും. എവിടെ വനിതാ കോൺസ്റ്റബിൾ? ബിന്ദു. സർ സർ ഞാൻ പണം എടുത്തിട്ടില്ല, എന്നെ വിശ്വസിക്കണം സർ. സർ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കരുത് പ്ലീസ് സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.